ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ ചേച്ചി നോക്കി. എന്താ? അതൊക്കെ പിന്നെ ചെയ്യാം. അതെ ഇത് കാണ്, ഇത് നോക്ക്. പ്രിയേ, കണ്ടോ എന്റെ സിനിമയുടെ പരസ്യം കണ്ടോ? ഇത് ഞാൻ കാത്തിരുന്ന നിമിഷം. എത്ര നാള് ഞാൻ കൊതിച്ചാന്നറിയോ ഇങ്ങനൊരു പോസ്റ്റർ പത്രത്തിൽ വരാൻ. എന്റെ പടം എവിടെയെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്ത് വരാൻ. ഇതേ ഞാൻ എല്ലാരെയും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. പ്രിയ, നീ ഇന്ന് മണ്ടത്തറ പറയുന്നേ? നീ സിനിമയിൽ അഭിനയിക്കാൻ പോയത് ഇവിടെ ആർക്കെല്ലാം അറിയോ? ഇപ്പൊ ഇത് ഇവിടെ ഉള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നല്ലേ? എന്ത് പ്രശ്നം? പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ടാക്കിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ ഈ സിനിമ പൂർത്തിയായിട്ടില്ലല്ലോ, അത് പൂർത്തിയാവണ്ടേ? അതുവരെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ പറ്റണ്ടേ? ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പൊ തൽക്കാലം ഈ വീട്ടിൽ ആരും കാണാൻ പാടില്ല. എന്റെ ഈശ്വരാ, ഇവിടുത്തെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടാ നിമിഷം വിളിക്കുമല്ലോ. അതൊന്നും കുഴപ്പമില്ല, എന്നെ പോലിരിക്കുന്ന വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചോളൂ. നീ എന്ത് ഈസിയായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്ത് ഈസിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്നേ? ഇവിടുത്തെ കാര്യം മാത്രാണോ? അച്ഛൻ ഇത് കണ്ടാലോ? അച്ഛൻ കണ്ടാൽ ഉറപ്പായിട്ട് നമ്മൾ രണ്ടുപേരെയും വിളിപ്പിക്കും. അതോടെ ഇത് എന്നേക്കുമായിട്ട് അവസാനിക്കുകയും ചെയ്യും. എന്തൊരു കഷ്ടമാ. ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കാര്യം നടന്നപ്പോ അതൊന്നും പുറത്തു പറയാൻ പോലും പറ്റില്ലെന്ന് വെച്ചാ. ഓ, നിനക്ക് നല്ല സന്തോഷമുണ്ട്, അതെനിക്കറിയാം. പക്ഷെ ഇപ്പൊ നീ ഇതുള്ളിൽ ഒതുക്കിയേ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്ന. നീ പേപ്പറിങ് തന്നെ, ഞാനിത് വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചോളാം. എന്റെ കൃഷ്ണ, ഇത് വേറെ ആരും കാണില്ലേ? തമിഴ് സിനിമയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടുത്തെ പത്രത്തിൽ നിന്നും വരില്ലെന്നാ ഞാൻ കരുതി. അതാ ഞാൻ സമ്മതിച്ചു പോയേ. ഇവിടെയുള്ളവരോ അച്ഛനോ ആരറിഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അറിഞ്ഞ പ്രിയങ്കയെ സിനിമയിലേക്ക് വിട്ടത് ആരാ? രാധിക. ഏത് രീതിയിൽ നോക്കിയാലും എനിക്ക് ലാഭം. ഞാനേ എന്റെ കൂട്ടുകാരികളെ വിളിച്ചു പറയട്ടെ. ആരോടും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ കൂട്ടുകാരികൾ എന്താ ഇവിടെ വന്ന് കൊട്ടിഘോഷിക്കാൻ പോവാണോ? ഇനി അവരൊന്നും കാണരുതെന്ന് ചേച്ചി പ്രാർത്ഥിക്കണ്ട കേട്ടോ. അച്ഛൻ കാണരുതെന്ന് മാത്രം പ്രാർത്ഥിച്ചാ മതി.